Hi my friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മസ്ത. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ പ്രിലിംസ് 2023 ആവട്ടെ, ഏത് വർഷത്തെ പ്രിലിംസ് ആവട്ടെ, പ്രിലിംസ് നേടാൻ വേണ്ടി അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഷുവറായിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ പ്രിലിംസ് നേടണമെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത 5 കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഏറ്റവും പ്രയോറിറ്റി ഓർഡറിലാണ് എനിക്ക് തോന്നിയ ഏറ്റവും പ്രയോറിറ്റി ഓർഡറിലാണ് പറയുന്നത്. അത് നിർബന്ധമായിട്ടുള്ള പ്രിപ്പറേഷനിൽ ഉണ്ടാവണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതില്ലെങ്കിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരിക്കും. അപ്പോൾ അത് ഈ പറയുന്ന 5 കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടു നോക്കുക. അതെങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് അവിടെ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഔട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലി ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അതിനു മുന്നേ UPSC-യുമായിട്ട് PSC-യുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളും ക്ലാസ്സുകളും ഡൗട്ട്സുകളും ഒക്കെ എല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാത്തവരെ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ തന്നെ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാമെങ്കിൽ സ്ക്രീനിലൊക്കെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, പ്രിലിംസിലോട്ട് ഇപ്പോൾ പറയാൻ പോകുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സ് ഉണ്ട്. കുറഞ്ഞ ദിവസം കൊണ്ട് കംപ്ലീറ്റ് പ്രിലിംസ് ഓൾറെഡി പഠിച്ച ആളുകളാവും, മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാവും. അത്ര ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ ചെയ്യുക. കംപ്ലീറ്റ് ക്രാഷ് ആയിട്ട് കുറഞ്ഞ ദിവസം കൊണ്ട് കംപ്ലീറ്റ് പ്രിലിംസ് വിത്ത് ടെസ്റ്റ് സഹിതം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോയിൻ ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ ഓഫറിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സ്ക്രീനിലോ അല്ലെങ്കിൽ അടിയിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സ്ക്രീനിലോ അല്ലെങ്കിൽ അടിയിലൊക്കെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ പ്രിലിംസ് നമുക്കറിയാം UPSC-യിൽ മെയിൻസാണ്. മെയിൻ എക്സാം എന്ന് പറയുന്നത് മെയിൻസ് തന്നെയാണ്. മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ബേസ് മാർക്ക് നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത്. പക്ഷേ ആ മെയിൻസ് എഴുതണമെങ്കിൽ പ്രിലിംസ് ക്ലിയർ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പലപ്പോഴും നമ്മളിപ്പോൾ പ്രിലിംസ് മെയിൻസ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി പ്രിലിംസ് വരുന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. എങ്കിലും പ്രിലിംസ് നല്ല ഫോക്കസ് ചെയ്ത് നല്ല നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ പ്രിലിംസ് കവർ ചെയ്യണം. എങ്കിലേ നമുക്ക് പ്രിലിംസ് വേണ്ട കാര്യം കവർ ചെയ്താലേ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് കംപ്ലീഷൻ തന്നെയാണ്. പ്രിലിംസിലോട്ട് നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അഥവാ കംപ്ലീറ്റ് ചെയ്തിട്ടാണോ, പഠനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന സബ്ജക്റ്റ് നമുക്കറിയാം, മെയിൻസിന് വരുന്ന എല്ലാ സബ്ജക്റ്റും നമുക്ക് പ്രിലിംസിലോട്ട് വരുന്നില്ല. പ്രധാനമായിട്ടും ജോഗ്രഫി, ഹിസ്റ്ററി, അത് മോഡേൺ ഹിസ്റ്ററി, ആൻഷ്യൻ്റ് മെഡീവൽ ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, പൊളിറ്റി, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ്, പിന്നെ കറണ്ട് അഫയേഴ്സ്. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ സിലബസ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ടോപ്പിക് വൈസ് അതിൻ്റെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും നിർബന്ധമായിട്ട് അത് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ കൂടെ SESAT-ൻ്റെ ടോപ്പിക്കുകളും കൂടി കവർ ചെയ്യണം, വിട്ടുപോകരുത്. സിലബസുമായി ബന്ധപ്പെട്ട് വരുന്നതിനാണ്. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ വായിച്ചു പോകാമെന്നർത്ഥം. അതൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വായിച്ചു പോകണമെങ്കിൽ നിർബന്ധമായിട്ട് വേണ്ട കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ PYQs ഒഴിവാക്കിയിട്ട് ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അത് എത്ര വർഷം മുന്നേ ഉള്ളത് നോക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ 2013 മുതലുള്ള 2022 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നോക്കണം. PYQs ഓരോ ഇയർ വൈസ്, അത് ഇയർ വൈസും സബ്ജക്റ്റ് വൈസും അതിൻ്റെ ഓരോ ടോപ്പിക് വൈസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നോക്കി അത് അനാലിസിസ് നടത്തണം. നമ്മുടെ ഒരു NCR നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ മാത്രം ഒരു കോഴ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് 2013 മുതൽ 2022 വരെയുള്ള ഓരോ വർഷത്തെയും ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് വ്യക്തമായിട്ട് രീതിയിൽ അനാലിസിസ് നടത്തുന്ന ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. പ്രീവിയസ് PYQs-ന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അതുമായി ബന്ധപ്പെടാവുന്നതാണ് താല്പര്യമുള്ളവർക്ക്. അപ്പോൾ അത് PYQs നിങ്ങൾ പഠനത്തിൻ്റെ കൂടെ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ്ലി ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം. നമ്മുടെ എല്ലാ PCM ക്ലാസ്സുകളിലൊക്കെ നമ്മളത് വ്യക്തമായിട്ട് ചെയ്യുന്നതാണ്, ഞാൻ പറയുന്നതാണ് റിപ്പീറ്റ് ചെയ്തിട്ട്. അത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് ഒഴിവാക്കരുത്. എന്തുകൊണ്ട് അത് ആൻസർ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, ഒന്ന് 2013 2022 വരെ UPSC-യുടെ ഒരു പാറ്റേണിൽ വരുന്ന ചേഞ്ചിങ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ UPSC-യുടെ ഒരു പാറ്റേൺ കിട്ടും. എങ്ങനെയാണ് UPSC ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉത്തരമാവാനുള്ള സാധ്യത. അങ്ങനെ സാധ്യതയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഉത്തരങ്ങൾക്ക് ഒട്ടും അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് ഒരു ഇൻ്റലിജൻറ്റ് ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ അതിന് ഒരുപാട് ഗുണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ടോപ്പിക്ക് വായിക്കുന്ന സമയത്തും അത് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാമെന്നുള്ളത് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ PYQs നോക്കുന്നതിലൂടെ മനസ്സിലാവും. പിന്നെ സബ്ജക്റ്റ് റിവിഷൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുന്ന നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. UPSC എങ്ങനെ ചോദ്യം ചോദിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, PYQs-ലൂടെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs-ൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഫ്രീ ബുക്ക്, 2026 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ബുക്ക് PDF ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ അവിടെ അത് അവൈലബിൾ ആണ്.
അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ്. നമ്മൾ ചുമ്മാ അങ്ങനെ പഠിച്ചു പോകാന്നുള്ളതല്ല. ആ പഠിച്ചു പോയ സാധനം അത് റെഗുലർലി ഡെയിലി റിവിഷൻ വേണം, വീക്കിലി റിവിഷൻ വേണം, അതുപോലെ തന്നെ 10 ദിവസം കൂടുമ്പോൾ റിവിഷൻ വേണം, അതുപോലെ തന്നെ ഓരോ 15 ദിവസം കൂടുമ്പോൾ റിവിഷൻ വേണം, മന്ത്ലി റിവിഷൻ വേണം, പിന്നെ അതിൻ്റെ ഏതൊക്കെ പീരീഡിൽ നിങ്ങൾ റിവിഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പീരിയോഡിക്കലി നിർബന്ധമായിട്ട് റിവിഷൻ ചെയ്യണം എല്ലാ സബ്ജക്റ്റും. നിങ്ങളിപ്പോൾ 100% സിലബസ് കവർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും 90% സിലബസ് കവർ ചെയ്ത് അത് മാക്സിമം ടൈം റിവിഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവിഷനാണ്. റെഗുലറായിട്ട് റിവിഷൻ കൊടുക്കുക. റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ഉപയോഗിക്കാം. ഒന്നുകിൽ നിങ്ങൾ വായിച്ച സ്റ്റാൻഡേർഡ് ബുക്ക് വെച്ച് തന്നെ റിവിഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ് ഉപയോഗിച്ച് റിവിഷൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സോ കാര്യങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് റിവിഷൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഓരോ സബ്ജക്റ്റിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് വെച്ചുകൊണ്ടൊക്കെ റിവിഷൻ ചെയ്യാം. പക്ഷേ റിവിഷൻ നിർബന്ധമാണ്. ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്ത് പ്രിലിംസ് നേടണമെങ്കിൽ റിവിഷൻ ഒഴിവാക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റാണ്. ഓക്കെ, നമുക്ക് ചുമ്മാ നമ്മളിങ്ങനെ പഠിച്ചു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്തായാലും അത് സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല. വളരെ 1-2 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതെന്ന് മാത്രം. പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ പുതിയതാണ്. ആ പുതിയ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം മാക്സിമം. അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയാലും മതി, നിങ്ങൾ പെയ്ഡ് മോക്ക് ടെസ്റ്റ് ആയാലും, അത് നാഷണൽ ലെവലിലുള്ള മോക്ക് ടെസ്റ്റ് ആയാലും കേരള ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഏതും പറ്റും. അത് റെഗുലറായിട്ട് ഏതെങ്കിലും ചില മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യും. ഞാൻ ചില വിഷൻ്റെയും മറ്റുള്ള മോക്ക് ടെസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇപ്പോൾ 10, 20, 30, 40 ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അതൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഫീസൊന്നും കൊടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കേട്ടോ. പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ്. അത് എല്ലാ സബ്ജക്റ്റിനും മോക്ക് ടെസ്റ്റ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വീക്കിലെങ്കിലും ചെയ്യാം. ഓരോ സബ്ജക്റ്റ് പഠിക്കുക, വീക്കിലി അത് ടെസ്റ്റ് ചെയ്യുക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയും ജോയിൻ ചെയ്യുക. നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, എവിടെ ജോയിൻ ചെയ്താലും പ്രശ്നമില്ല. എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ട് റെഗുലറായിട്ട് അത് ആൻസർ ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് മാത്രം പോയാൽ പോരാ. ചുമ്മാ എത്ര മാർക്ക് കിട്ടി, എവിടെ എനിക്ക് തെറ്റുപറ്റി, എന്താണ് എൻ്റെ മിസ്റ്റേക്സ്, ഏത് ഏരിയയാണ് ഞാൻ വീക്കായിട്ടുള്ളത്, ഏത് ടോപ്പിക്കാണ് ഇനിയും പഠിക്കേണ്ടത് തുടങ്ങിയതൊക്കെ നിങ്ങളെക്കുറിച്ചൊരു സെൽഫ് അനാലിസിസ് നല്ല ക്ലിയർ ആയിട്ട് നടക്കണം. എന്നിട്ട് അതിനനുസരിച്ചുള്ള മാറ്റം അടുത്ത ടെസ്റ്റിലോട്ട് വരണം. എങ്കിലേ ഘട്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ കൊണ്ടുപോയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നിങ്ങളെ അത് സഹായിക്കുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. അത് ഫ്രീ ആയിട്ടുള്ളതായാലും പ്രശ്നമില്ല, പെയ്ഡ് ആയിട്ടുള്ളതും പ്രശ്നമില്ല. മോക്ക് ടെസ്റ്റ് നിർബന്ധമാണ്. അത് സബ്ജക്റ്റ് വൈസൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്യണം. പ്ലസ് അതിൻ്റെ കൂടെ ഫുൾ ടെസ്റ്റുകളും ചെയ്യണം. ഒരു മിനിമം ഒരു 5 എണ്ണം, മാക്സിമം ഒരു 10 വരെ എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫുൾ ടെസ്റ്റുകളും അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനത്തെ ഒരു മാസത്തിന് മുന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1-1.5 മാസം മുന്നായിട്ട് കംപ്ലീറ്റ് സബ്ജക്റ്റ് ടെസ്റ്റുകൾ തീർക്കാം. എന്നിട്ട് അവസാനത്തെ ഒരു 1.5 മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ ടെസ്റ്റുകളും ചെയ്ത് നോക്കാം. അതിൽ സാറ്റിൻ്റെ ടെസ്റ്റ് ഉൾപ്പെടുത്താൻ മറന്നു പോകരുത്. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നിയ NCERT, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, പിന്നെ CSAT. ഈ 3 കാര്യം നല്ല ഫോക്കസ് കൊടുത്ത് പഠിക്കാം. NCERT എന്ന് പറയുന്നത് 6th മുതൽ +2 വരെയുള്ള NCERT കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വായിക്കണം ക്ലിയർ ആയിട്ട്. അതിൽ ഇനി 6th മുതൽ പറ്റിയിട്ടില്ലെങ്കിൽ +1, +2 നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, NCERT കവർ ചെയ്യുക. അത് എത്ര ടൈം എടുത്താലും നിങ്ങൾ അത് മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ NCERTയുടെ മാത്രമായിട്ടുള്ള ക്രാഷ് കോഴ്സ് ഉണ്ട്, വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്താൽ ഒരു 50 ദിവസം കൊണ്ട് കംപ്ലീറ്റ് NCERT വിത്ത് ടെസ്റ്റ് സഹിതം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലൂടെ കവർ ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർക്ക്. പക്ഷേ എങ്ങനെയായാലും പ്രശ്നമില്ല, നിങ്ങൾ NCERT നിർബന്ധമായിട്ടും വായിക്കണം, ഒരിക്കലും ഒഴിച്ചുകൂടരുത്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് 1 ഇയർ കറണ്ട് അഫയേഴ്സ്, ലാസ്റ്റ് 1 ഇയർ കഴിഞ്ഞ 2022 ഏപ്രിൽ 2023 ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. പത്രം വായിക്കണം ഡെയിലി. പ്ലസ് അതിൻ്റെ കൂടെ മന്ത്ലി ഏതെങ്കിലും എടുത്ത് ഫോളോ ചെയ്താൽ മതി. വിഷൻ്റെ മന്ത്ലി, ഇൻസൈറ്റ്, ദൃഷ്ടി, ഇവരുടെ മന്ത്ലിയൊക്കെ നന്നായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് ഫോളോ ചെയ്താലും ബെറ്റർ ആയിരിക്കും. അപ്പം നിർബന്ധമായിട്ട് കറണ്ട് അഫയേഴ്സ് 1 ഇയർ കവർ ചെയ്യുക. അതുപോലെ തന്നെ CSAT മുമ്പ് എന്ന് പറയുന്ന CSAT അത്ര ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. ഇമ്പോർട്ടൻ്റ് മീൻസ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ലാസ്റ്റ് 2 വർഷം CSAT നല്ല ടഫായിട്ട് വരുന്നതാണ്. CSAT നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, CSATന് വേണ്ടി പഠിക്കാൻ ശ്രദ്ധിക്കുക. അത് വ്യക്തമായ രീതിയിൽ ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രീ ക്ലാസ് യൂട്യൂബിലൂടെ നടക്കുന്നതിൽ ഇപ്പം CSAT 2 ദിവസമായിട്ട് CSAT ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ദിവസത്തോളം CSAT ക്ലാസ് ആയിരിക്കും അതിലൂടെ ഉണ്ടാവുക. അത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ CSATൻ്റെ മാത്രമായിട്ടുള്ള 1 ഇയർ കോഴ്സ് ഉണ്ട്, നിങ്ങൾ അത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ പഠിക്കാം. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, CSAT നിർബന്ധമായിട്ടും CSAT, കറണ്ട് അഫയേഴ്സ്, NCERT ഇതൊരിക്കലും ഒഴിച്ചു കൂടരുത്. ഇതിൻ്റെ കൂടെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ രണ്ടാമതായിട്ട് തന്നെ അത് പറഞ്ഞാണ്. ഈ 5 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് കവർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, റിവിഷൻ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, പിന്നെ NCERT, CSAT, കറണ്ട് അഫയേഴ്സ്. ഈ 5 കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രിലിംസ് പ്രിപ്പറേഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഈ 5 കാര്യങ്ങളും ചെയ്ത് 5ലുമുള്ള പ്രോഗ്രസ് നിങ്ങൾ എന്ത് ചെയ്യണം, എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടായിരിക്കും നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്കിലേ നിങ്ങൾക്ക് പ്രിലിംസ് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം UPSC, IAS ലക്ഷ്യം വെക്കുന്ന എല്ലാവർക്കും അവരുടെ
പ്രിലിംസും മെയിൻസും എല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ ബൈ.